ചെറുതുരുത്തിയിൽ തമിഴ്നാട് സ്വദേശിനിയായ യുവതിയുടെ മരണം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊലപ്പെടുത്തിയ ഭർത്താവ് തമിഴരശൻ പോലീസ് കസ്റ്റഡിയിൽ. സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റൂറൽ SP. 6 മാസത്തിനുള്ളിൽ റൂറൽ പരിധിയിൽ തട്ടിയെടുത്തത് 17 കോടിയോളം രൂപ. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന പോലീസ് മുന്നറിയിപ്പ്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മോഷണം പെരുകുന്നു. വടക്കാഞ്ചേരി നഗരസഭയിലെ സർക്കാർ തല ഓഡിറ്റിംഗിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം. മതിയായ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാത്തതുമൂലം തീരമേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അപകടങ്ങളിൽ ഭൂരിഭാഗവും രാത്രി സമയങ്ങളിൽ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിൽ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ചെറുതുരുത്തിയിൽ കൊച്ചിൻ പാലത്തിന് സമീപം ബസ് സ്റ്റോപ്പിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട തമിഴ്നാട് സ്വദേശിനിയുടേത് കൊലപാതകമെന്ന് തെളിഞ്ഞു. സെൽവിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് തമിഴരസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. സെൽവിയുടെ സ്വകാര്യ ഭാഗത്ത് മരക്കമ്പ് കുത്തിയിറക്കിയതായി തെളിഞ്ഞു. ചെറുകുടലിലുണ്ടായ രക്തസ്രാവമാണ് മരണകാരണം. മദ്യലഹരിയിലാണ് അതിക്രൂര കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെയും ഭാര്യാമാതാവിനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് ചിറമനേങ്ങാട് ചീരാമ്പറമ്പിൽ ഷെരീഫ് ദാരിമിയാണ് അറസ്റ്റിലായത്. സ്വന്തം പിതാവിനൊപ്പം ബന്ധുവീട്ടിൽ പോയി വൈകിയെത്തിയതിന്റെ പേരിൽ തർക്കമുണ്ടാകുകയും ഭാര്യ ഷെരീഫിയെ ഇരുമ്പ് വസ്തുകൊണ്ട് തലക്കടിച്ചുവെന്നുമാണ് കേസ്. ആക്രമണത്തിൽ ഭാര്യാമാതാവിനും പരിക്കേറ്റിട്ടുണ്ട്. അടികൊണ്ട് രക്തം വാർന്ന ഷെരീഫയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷെരീഫ് ദാരിമിയെ കോടതി റിമാൻഡ് ചെയ്തു. റൂറൽ ജില്ലയിൽ സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവർ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിൽ റൂറലിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ തട്ടിയെടുത്തത് 17 കോടിയോളം രൂപയെന്ന് പോലീസ്. പ്രൊഫഷണലുകൾക്ക് പോലും വൻതുക നഷ്ടപ്പെട്ടതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി A. നവനീത് ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1000-ലധികം പരാതികളാണ് സൈബർ തട്ടിപ്പുമായി റൂറൽ പോലീസിന് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടന്നത് ഓൺലൈൻ ട്രേഡിംഗ് മേഖലയിലാണ്. വലിയ ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് പ്രത്യേക ആപ്പുകൾ മുഖേന തട്ടിപ്പ് നടത്തുന്നത്. ഈ രംഗത്ത് പരിചയമുള്ളവർ വരെ തട്ടിപ്പുകാരുടെ ഇരയായി മാറിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. ഇത്തരത്തിൽ 7 കോടിയിലധികം രൂപയാണ് തട്ടിപ്പുകാർ തട്ടിയെടുത്തത്. ഇത് കഴിഞ്ഞാൽ വിദേശത്തും മറ്റും ജോലി തേടുന്നവരാണ് സൈബർ തട്ടിപ്പുകാരുടെ ഇരകളായത്. ഇങ്ങനെ 3 കോടിയിലധികം രൂപയും തട്ടിയെടുത്തു. ഇതിൽ 52 പരാതികളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ബാങ്കിംഗ് മേഖലയെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 50 ലക്ഷം രൂപയോളമാണ് തട്ടിപ്പുകാർ അപഹരിച്ചത്. സമ്മാനം ലഭിച്ചു, ലോൺ ആപ്പ് തുടങ്ങിയ രീതിയിലും തട്ടിപ്പ് നടന്നതായി പോലീസ് മേധാവി സ്ഥിരീകരിച്ചു. തട്ടിയെടുത്ത 2 കോടിയോളം രൂപ ഇതുവരെ തിരിച്ചുപിടിച്ചതായും വിവിധ കേസുകളിൽ 19 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് അറിയിച്ചു. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ആദ്യ 1 മണിക്കൂറിൽ തന്നെ 1930 എന്ന നമ്പറിൽ അറിയിച്ചാൽ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കുമെന്ന് പോലീസ് അറിയിച്ചു. തന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിച്ച് തട്ടിപ്പിന് ശ്രമം നടന്നതായും നവനീത് ശർമ്മ പറഞ്ഞു. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത വേണമെന്ന് SP മുന്നറിയിപ്പ് നൽകി. TCV ഇരിങ്ങാലക്കുട. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ വ്യക്തമായ സൂചനകൾ ലഭിക്കാതെ അന്വേഷണ സംഘം. മോഷ്ടാക്കളുടെ വിരലടയാളം ലഭിച്ചിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത്. പ്രൊഫഷണൽ സംഘമാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കരുതുന്നു. അതുകൊണ്ട് തന്നെ തൃശൂർ ജില്ലയ്ക്ക് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടില്ല. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള വീട്ടിലാണ് മോഷണം നടന്നത്. ഇവിടങ്ങളിൽ ആരും CCTV ക്യാമറ വെച്ചിട്ടില്ല. 150 മീറ്റർ ദൂരത്തുള്ള ചില കമ്പനികളുടെ നിരീക്ഷണ ക്യാമറകളാണ് പോലീസ് പരിശോധിച്ചത്. തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ മോഷണം. ഓഫീസ് മുറിയിൽ നിന്ന് 2 ലാപ്ടോപ്പുകൾ മോഷണം പോയി. ഓഫീസ് മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നത്. തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്തു. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന വിളക്കന്തറ അമ്പലത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു. ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. 3 മാസങ്ങൾക്ക് മുൻപാണ് അവസാനമായി ഭണ്ഡാരം തുറന്ന് പണമെടുത്തത്. 3 മാസത്തോളം ഭക്തർ സമർപ്പിച്ച കാണിക്കയാണ് ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്നത്.
കക്കാട് സെന്റ് ഗ്രിഗേറിയോസ് ഓർത്തഡോക്സ് ചാപ്പലിൽ മോഷണം. ചാപ്പലിന്റെ ഗേറ്റിനോട് ചേർന്നുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്താണ് പണം കവർന്നിട്ടുള്ളത്. ചാപ്പലിന് പുറത്ത് സ്ഥാപിച്ചിരുന്ന ഒരു നിരീക്ഷണ ക്യാമറ കവർന്നിട്ടുണ്ട്. സമീപവാസികൾ ചാപ്പലിൽ വിളക്ക് തെളിയിക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. സർക്കാർ തല ഓഡിറ്റ് റിപ്പോർട്ടിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയതായി പ്രതിപക്ഷം ആരോപിച്ചു. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ SAA ആസാദ് ആവശ്യപ്പെട്ടു. നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ചാൽ 60 ദിവസത്തിനുള്ളിൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യേണ്ടതുമാണ്. എന്നാൽ 4 വർഷം പിന്നിട്ടിട്ടും ഓഡിറ്റ് റിപ്പോർട്ട് കൌൺസിലിൽ അവതരിപ്പിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. അഴിമതിയും ക്രമക്കേടുകളും മറച്ചുവെക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ സെക്രട്ടറിയും ഭരണകക്ഷിയും ഒത്തുചേർന്ന റിപ്പോർട്ട് ഇത്രയും കാലം പുകഴ്ത്തിവെച്ചതായും കോൺഗ്രസ് കൌൺസിലർമാർ ആരോപിച്ചു. നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ് പറഞ്ഞു. കൌൺസിലർ ബുഷ്ര റഷീദ്, KK അബൂബക്കർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മതിയായ സുരക്ഷാ മുൻകരുതലുകളില്ലാത്തത് മൂലം തീരമേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അപകടങ്ങൾ ഏറെയുണ്ടാകുന്നത് രാത്രിയിലാണ്. റോഡിലെ വലിയ കുഴികളും സർവീസ് റോഡുകളിലേക്ക് തിരിയുന്നിടത്ത് ബോർഡുകൾ വയ്ക്കാത്തതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കാന നിർമ്മാണത്തിനായി മണ്ണെടുത്തത് മൂലമുള്ള വലിയ കുഴികളും അപകടത്തിനിടയാക്കുന്നു. ഒരാഴ്ചയ്ക്കിടെ മാത്രം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. റോഡിലെ ചളിയിൽ ബൈക്ക് തെന്നി വീഴുന്നത് മൂലവും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധമുയരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിലാണ് പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത്. നിലവിൽ കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിൽ വടക്കേ നടയിലാണ് മജിസ്ട്രേറ്റ് കോടതിയും മുൻസിഫ് കോടതിയും പ്രവർത്തിക്കുന്നത്. കോടതികൾ മാറ്റി സ്ഥാപിക്കുന്നത് കക്ഷികളെ ബുദ്ധിമുട്ടിക്കുമെന്നതിനൊപ്പം നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പ്രധാന പരാതി. കോടതി മാറ്റത്തിനെതിരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിട്ടുണ്ട്. കോടതി കൊടുങ്ങല്ലൂരിൽ നിലനിർത്താൻ മറ്റ് സംഘടനകളുമായി യോജിച്ച് സമരം ആരംഭിക്കുമെന്ന് കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ NR വിനോദ് കുമാർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിലെ കോർട്ട് കോംപ്ലക്സ് എറിയാടേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനമായി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നഗരത്തിൽ അതിനുള്ള സൗകര്യം ഇല്ലാതെയാണെങ്കിൽ അത് ന്യായമായിട്ട് നമുക്ക് അംഗീകരിക്കാം. കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർട്ട് കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വന്നപ്പോഴൊക്കെ നഗരസഭയോട് പൊതുസമൂഹം ആവശ്യപ്പെടുകയുണ്ടായി കോർട്ട് കോംപ്ലക്സിന് വേണ്ട സൗകര്യം നഗരസഭ ഒരുക്കി കൊടുക്കണം. ടൗണിൽ നിന്ന് കുറെ അകന്ന് വലിയ ബുദ്ധിമുട്ടോടു കൂടി കോടതിയിലെ കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. ദേശീയപാത 66ന്റെ നവീകരണം പൂർത്തിയാകുന്നതോടെ കൊടുങ്ങല്ലൂർ നഗരവും പടിഞ്ഞാറൻ മേഖലയും തമ്മിലുള്ള ബന്ധം ദുർബലമാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന കോടതി നഗരത്തിൽ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനമുണ്ടായത്. TCV കൊടുങ്ങല്ലൂർ. കയ്പമംഗലം കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ വീണ്ടും അപകടം. മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. മത്സ്യബന്ധനത്തിനായി മൂടുവെട്ടി വെള്ളം കടലിലേക്ക് ഇറക്കുന്നതിനിടെ വൻ തിരമാലയിലിടിച്ച് വെള്ളം മറിയുകയായിരുന്നു. അരവീട്ടിൽ പ്രേമന്റെ ഉടമസ്ഥയിലുള്ള കൃഷ്ണ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന പോണത്ത് രാജേഷ്, കുഞ്ഞോലിലപ്പറമ്പിൽ മുരളി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വള്ളം ഭാഗികമായി തകർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും വള്ളം മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കി. കുന്നംകുളം പഴുനാനയിൽ സ്വകാര്യ ബസ് ഡ്രൈവറെ 2 അംഗ സംഘം ബസ്സിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ബസ് തൊഴിലാളികൾ സംയുക്തമായി പണിമുടക്കിയത്. രാത്രിയിൽ പ്രഖ്യാപിച്ച പണിമുടക്ക് അറിയാതെ എത്തിയ വിദ്യാർത്ഥികളും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വലഞ്ഞു. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലെ ഫിദമോൾ ബസ്സിലെ ഡ്രൈവർ ലിബീഷിനാണ് മർദ്ദനമേറ്റത്. പഴുനാന സ്വദേശികളായ ഫയാസ്, ഷാഫി എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് ബസ് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. കുന്നംകുളം പഴുനാനയിൽ ബസ് ഡ്രൈവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലെ സംയുക്ത ബസ് തൊഴിലാളികൾ കുന്നംകുളം നഗരത്തിൽ പ്രകടനം നടത്തി. ജീവനക്കാർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ കർശന നടപടി സ്വീകരിക്കണമെന്നിട്ട് സംയുക്ത തൊഴിലാളികൾ ഒപ്പിട്ട നിവേദനം കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന് കൈമാറി. CI2 നേതാക്കളായ KK ഷൈറ്റു, KM അഷ്റഫ്, INTC നേതാവ് സുരേഷ് കുമാർ, BMS നേതാവ് കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം. 10ാം ക്ലാസ്സുകാരനായ +1 വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. നടന്നത് റാഗിംഗ് ആണെന്ന് രക്ഷിതാക്കളുടെ പരാതി. 6ഓളം +1 വിദ്യാർത്ഥികൾ ചേർന്നാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും മർദ്ദിച്ചത്. കഴുത്തിന് പിൻഭാഗത്ത് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ മാസം 1-നായിരുന്നു സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യാറുണ്ടെന്നും ഇത് പരാതിപ്പെട്ടാൽ അതിന്റെ പേരിൽ മർദ്ദിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയതായും, എന്നാൽ ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടും അധ്യാപകരും സ്കൂൾ അധികൃതരും യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ലെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. 9ൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് നിരന്തരമായി അടിക്കൽ, റാഗിങ്, ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങരുത് പറഞ്ഞ് എപ്പോഴും അടിക്കും. ഓരോ പ്രാവശ്യം അടിച്ചിട്ട് ചെറുടെ ചുണ്ട് പൊളിക്കുക, പിന്നെ പോസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞിട്ട് പോസ്റ്റർ ആര് കയറിയെന്ന് പറഞ്ഞിട്ട് അതിനടിക്കുക, വയറ്റിക്ക് ഇടിക്ക് ഇടിവാള കൊണ്ട് കുത്തി, തലയിലേക്ക് കുത്തി, നെഞ്ചത്തേക്ക് കുത്തി. എന്നിട്ടും സാറുമാരും ടീച്ചർമാരും കൂടി ഇന്ന സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. കംപ്ലൈൻറ്റ് കൊടുത്തതൊന്നും HM ഒന്നും പറയുന്നില്ല. സംഭവത്തിൽ രക്ഷിതാക്കൾ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്ന് നിർബന്ധപൂർവ്വം മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികളോട് TC വാങ്ങി വേറെ സ്കൂളിലേക്ക് പോകുവാൻ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടെന്ന് എഴുതി വാങ്ങിയതായും രക്ഷിതാക്കൾ ആരോപിച്ചു. എന്നാൽ മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥികൾ നിരന്തരം സ്കൂളിലെ പ്രശ്നക്കാരാണെന്നും ഇവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സ്കൂൾ പ്രധാനാധ്യാപിക ആൻസി മാത്യു പറഞ്ഞു. 2 വർഷമായിട്ട് നടക്കുന്ന പല ഇഷ്യൂസിലും ഇവർ ഉൾപ്പെടുന്നത് 2 കുട്ടികൾ. പേരൻസിനെ എപ്പോഴും വിളിപ്പിക്കും. അവർ വന്നിട്ട് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് പോകാറാണ് പതിവ്. അതിൽ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചിരുത്തി ബിഹേവിയർ പ്രോബ്ലം എന്തെങ്കിലും ആച്ചാൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്നൊക്കെ പേരൻസിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടിൽ അടിപിടി ഉണ്ടായപ്പോൾ മാഷുമാർ പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു. ഇല്ല, അടി കിട്ടിയ കുട്ടികൾ ഒരു കുട്ടിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളൂ. ആ കുട്ടീൻ്റെ എതിരെ പ്രിൻസിപ്പൽ +1 കുട്ടിയാണ്, പ്രിൻസിപ്പൽ നടപടി എടുത്തിട്ടുണ്ട്. TCV തൃശൂർ. അക്കിക്കാവ് TM VHS സ്കൂളിൽ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. കരിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. സീനിയർ വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് ഷർട്ടിന്റെ ബട്ടൺസ് ധരിക്കാൻ കുട്ടിയോട് പറഞ്ഞത് നിരസിക്കുകയായിരുന്നു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്നതിനിടെ പഴഞ്ഞി റോഡിൽ വെച്ച് മർദ്ദിച്ചത്. മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടിയെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അതിരപ്പള്ളി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ കാട്ടാന റേഷൻ കടയെ ആക്രമിച്ചു. 9ാം ബ്ലോക്കിൽ പുലർച്ചെയാണ് ആക്രമണം. മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് സമീപ ദിവസങ്ങളിൽ പതിവായിരിക്കുകയാണ്. ആനകൾ മൂലം റോഡിൽ വാഹന ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. ചാവക്കാട് ജ്വല്ലറി കാവൽക്കാരനെ ബാറിലെ ജീവനക്കാരൻ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തിരുവത്ര സ്വദേശി കാളിയിരകത്ത് വീട്ടിൽ 60 വയസ്സുള്ള ഉമ്മറിനെയാണ് മർദ്ദിച്ചത്. ബാറിലേക്ക് കാറുമായി വന്ന വ്യക്തിക്ക് വഴിയിൽ ബൈക്ക് തടസ്സമുണ്ടാക്കുന്നുവെന്ന് ആരോപിച്ച് ഉമ്മറിനെ ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഉമ്മറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക്, CPM ലോക്കൽ സെക്രട്ടറി KH സലാം, ലോക്കൽ കമ്മിറ്റി അംഗം TM ഹനീഫ തുടങ്ങിയവർ ഉമ്മറിനെ ആശുപത്രിയിൽ സന്ദർശിച്ചു. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം 2ാം ദിവസവും തുടരുന്നു. വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക, ക്ഷേമനിധി പുതുക്കി നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് വ്യാപാരികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണ പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് സമരരംഗത്തുള്ളത്. സമരം ഒത്തുതീർപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചുവെങ്കിലും ചർച്ച പരാജയപ്പെടുകയായിരുന്നു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. റോഡ് മാറി സ്വകാര്യ വഴിയിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടവിരിച്ച സംഭവത്തിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചതായി സൂചന. കട്ടവിരിച്ച വഴി പഞ്ചായത്ത് ആസ്തിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എറണാകുളത്ത് താമസിക്കുന്ന മാള സ്വദേശി റോസ്മി മാസങ്ങൾക്ക് ശേഷം എത്തിയപ്പോഴാണ് നടപ്പാവകാശം ലഭിച്ചിട്ടുള്ള നടപടി ഉടമസ്ഥ അറിയാതെ കട്ടവിരിച്ചത് അറിഞ്ഞത്. റോഡിന്റെ വശത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കട്ടവിരിച്ചതായി ശിലാഫലകം കണ്ടെങ്കിലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. തുടർന്ന് മാള പഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു. ഇത് സംബന്ധിച്ച് TCV വാർത്തയും നൽകിയതോടെ സംഭവത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമങ്ങൾ തുടങ്ങിയത്. 4,93,412 രൂപ ചെലവഴിച്ചാണ് 100 മീറ്റർ വഴി ടൈൽ വിരിച്ചിട്ടുള്ളത്. ഇതേ വാർഡിലെ മറ്റൊരു റോഡിന് ഉപയോഗിക്കേണ്ട 2023-24 വർഷത്തെ പദ്ധതിയാണ് പാഴായിട്ടുള്ളത്.
നാലമ്പല ദർശനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളിൽ നിന്നും 1000 രൂപ ഈടാക്കി പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തുന്നതായി വിമർശനം. പ്രത്യേക ക്യൂ സംവിധാനം വിവേചനപരമാണെന്നും എല്ലാവർക്കും കാലതാമസം കൂടാതെ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുകയാണ് വേണ്ടതെന്നും മറ്റ് 3 ക്ഷേത്രങ്ങളിലും ഈ സംവിധാനം ഇല്ലെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ദേവസ്വം മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ദേവസ്വം ഭരണസമിതിക്കും അഡ്മിനിസ്ട്രേറ്റർക്കും പ്രദീപ് മേനോൻ നിവേദനം നൽകി. നെയ്വിളക്ക് ദർശനം എന്ന പേരിൽ 1000 രൂപ ഈടാക്കി 2 പേർക്ക് വരിയിൽ നിൽക്കാതെ ദർശനം നടത്താനുള്ള സൗകര്യം ഒരുക്കുക മാത്രമാണ് ചെയ്തതെന്ന് ദേവസ്വം അധികൃതർ വിശദീകരിച്ചു. കഴിഞ്ഞ മാസം 30-ന് ചേർന്ന ഭരണസമിതി യോഗമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. തോന്നല്ലൂരിൽ ഓട്ടോ ടാക്സിയും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് പരിക്കേറ്റു. എരുമപ്പെട്ടി കുന്നത്തേരി ചിറ്റിലപ്പള്ളി വീട്ടിൽ ആൻഡോയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ മത്തായിപ്പടിക്ക് സമീപം വെച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ആൻഡോയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസത്തിനിടെ 2 തവണ അടച്ച കുഴി ശക്തമായ മഴയിൽ വീണ്ടും തുറന്നു. മെക്കാഡാം ടാറിംഗ് നടത്തി നവീകരിച്ച കൊടകര കോടാലി റോഡിലെ നെല്ലിപ്പറമ്പിലാണ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് മരണക്കെണിയൊരുക്കി കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. മെക്കാഡാം റോഡിൽ മാസങ്ങൾക്ക് മുൻപ് പ്രത്യക്ഷപ്പെട്ട കുഴി അപകടങ്ങൾക്ക് കാരണമായതിനെ തുടർന്ന് 1 മാസം മുൻപ് അധികൃതർ അറ്റകുറ്റപ്പണി നടത്തി അടച്ചിരുന്നു. മഴ ശക്തമായതോടെ ടാറിംഗ് ഇളകി കുഴി തുറന്നപ്പോൾ അധികൃതർ വീണ്ടും കുഴി അടച്ചു. എന്നാൽ ദിവസങ്ങൾക്കകം മെറ്റലും ടാറും ഇളകിപ്പോയി റോഡിലെ കുഴി പിന്നെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. രാത്രിയിൽ ഇതുവഴി സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കുഴി പെട്ടെന്ന് കാണാനാവാത്തതിനാൽ അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയും. റവന്യൂ കൃഷി ഓഫീസർമാർ പിടിച്ചെടുത്ത 2 ജെസിബികൾ 55 ദിവസത്തിന് ശേഷം നിരുപാധികമായി വിട്ടു നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പഴഞ്ഞി വില്ലേജ് ഓഫീസർ ഷാജു, കാട്ടകാമ്പാൽ കൃഷി ഓഫീസർ അനൂപ് എന്നിവർ ചേർന്ന് പിടിച്ചെടുത്ത 2 ജെസിബികളാണ് വിട്ടു നൽകാൻ കളക്ടർ ഉത്തരവിട്ടത്. പോർക്കുളം പൊന്നംപാടത്ത് പഴഞ്ഞി സ്വദേശി റെയ്മോന്റെ ഇരുപ്പു കൃഷി നിലത്ത് മത്സ്യകൃഷി ചെയ്യാൻ അനുയോജ്യമായ രീതിയിൽ സ്ഥലം ഒരുക്കുന്നതിനിടെയാണ് കുന്നംകുളം സ്വദേശി അസീസ്, പോർക്കുളം സ്വദേശി ശരവണൻ എന്നിവരുടെ ജെസിബികൾ വില്ലേജ് ഓഫീസറും കൃഷി ഓഫീസറും ചേർന്ന് പിടികൂടിയത്. മത്സ്യകൃഷി ചെയ്യാൻ സ്ഥലം ഉടമയ്ക്ക് മതിയായ രേഖകളും അനുമതി പത്രവും ഉണ്ടായിരുന്നു. രേഖകൾ ഉദ്യോഗസ്ഥരെ കാണിച്ചുവെങ്കിലും അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ 2 ജെസിബികളും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ധിക്കാരപരമായ നടപടിക്കെതിരെ വില്ലേജ് ഓഫീസർക്കെതിരെയും കൃഷി ഓഫീസർക്കെതിരെയും ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് ജെസിബി ഉടമ KA അസീസ് അറിയിച്ചു. ഈ പോർക്കുളത്തെ പൊന്നം എന്ന് പറയുന്ന പ്രദേശത്തെ ഉയർന്ന പാടശേഖരത്ത് മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഈ 2 വണ്ടികൾ അന്ന് രാവിലെ 10 മണിക്ക് അവിടെ പണിക്ക് പോയപ്പോൾ ആ മത്സ്യ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള അംഗീകരിച്ച എല്ലാ പേപ്പറുകളും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കാട്ടാമ്പാൽ പഞ്ചായത്തിൻ്റെ എല്ലാ കടലാസുകളും ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളവിടെ വണ്ടി പണിക്ക് പറഞ്ഞയച്ചത്. എന്നാൽ കാട്ടകാമ്പാൽ വില്ലേജ് ഓഫീസർ ഷാജു എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ പഴഞ്ഞി കൃഷി ഓഫീസർ അനൂപ് വിജയൻ എന്ന് പറയുന്ന ആളും അവിടെ വന്ന് ഇത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് 2 വണ്ടികളും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുണ്ട്. സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് സമർപ്പണം തിരുവനന്തപുരത്ത് നടന്നു. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മയൂര നൃത്തത്തിനുള്ള കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് രാജീവ് വെങ്കിടങ്ങിന് സമ്മാനിച്ചു. രാജീവ് വെങ്കിടങ്ങ് 35 വർഷമായി മയൂര നൃത്തം, ഓട്ടൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, കുറത്തിയാട്ടം എന്നീ കലകൾ അവതരിപ്പിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വെങ്കിടങ്ങിൽ ശ്രീ മുരുക കലാക്ഷേത്രവും തുള്ളൽ കളരിയും നടത്തുന്നുണ്ട്. പാണഞ്ചേരി പഞ്ചായത്തിലെ മുടിക്കോട് ചാത്തംകുളം നവീകരണം അന്തിമഘട്ടത്തിൽ. 1 ഏക്കറിലേറെ വിസ്തൃതിയുള്ള ഈ കുളം ഒരേ സമയം നാട്ടിലെ മുഖ്യ ജലസ്രോതസ്സും വിനോദ കേന്ദ്രവുമാകുകയാണ്. 23-ാം വാർഡ് മുടിക്കോട് പീച്ചി വാഴാനി ടൂറിസം ഇടനാഴിയോട് ചേർന്ന് 1 ഏക്കർ 55 സെന്റ് വിസ്തൃതിയുള്ള ചാത്തംകുളം ചുറ്റുമിടിഞ്ഞ് ചെളിയും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞ് ഉപയോഗശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് നാടിന്റെ സ്വപ്ന സാഫല്യമായി പുനർജനി കൊള്ളുന്നത്. സ്ഥലം MLA കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജന്റെ ഇടപെടലിൽ ലഭിച്ച ബജറ്റ് വിഹിതം ഉപയോഗിച്ച് KLDC ആണ് കുളം നവീകരിക്കുന്നത്. ചുറ്റും പാർശ്വഭിത്തിയും 3 ഭാഗത്ത് പടവുകളും നിർമ്മിച്ച് 100 മീറ്റർ നീളത്തിലും 40 മീറ്റർ വീതിയിലുമായാണ് കുളം നവീകരണം പൂർത്തിയാകുന്നത്. കുളത്തിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മിച്ച് ഹാൻഡ് റെയിൽ സ്ഥാപിക്കുന്നതോടെ കുളം നാടിന് സമർപ്പിക്കും. ശാപം കിട്ടിക്കിടക്കുന്ന കുളം എന്ന് തന്നെയാണ് ഇവിടെയുള്ളവർ ഇതിനെ പറയാറ്. കാരണം എത്രത്തോളം അതിനെ വൃത്തിയാക്കിയാലും വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്കാകുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയായിരുന്നു ഈ കുളത്തിൻ്റേത്. ഈ കുളം ഇങ്ങനെയാകാൻ കാരണം തന്നെ നമ്മുടെ റവന്യൂ മിനിസ്റ്റർ രാജേട്ടനാണ്. 2023-24 ബഡ്ജറ്റിൽ ഈ കുളത്തിന് 2 കോടി അനുവദിക്കുകയുണ്ടായി. അതിനുശേഷം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്തപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കുളത്തിനെ നല്ല രീതിയിലേക്ക് ആക്കണമെങ്കിൽ
ഈ 2 കോടി മതിയാവുകയില്ലെന്നും നമ്മൾ വീണ്ടും നമ്മുടെ ആവശ്യപ്രകാരം അദ്ദേഹം 1.25 കോടി നമുക്ക് കൂട്ടിത്തരികയും ചെയ്തിട്ടുണ്ട്. 3 കോടി 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഒന്നാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ റോഡിന് അഭിമുഖമായുള്ള 2 പടവുകൾക്ക് മുൻപിൽ പരമ്പരാഗത രീതിയിലുള്ള പടിപ്പുരകളും 4 മൂലകളിൽ ഹട്ടുകൾ നിർമ്മിച്ച് ഓപ്പൺ ജിം, വിനോദത്തിനായി പെഡൽ ബോട്ട് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കുമെന്ന് വാർഡ് വികസന സമിതി കൺവീനർ PS ശിവപ്രശോഭ് പറഞ്ഞു. കുളത്തിൻ്റെ ഉള്ളിലുള്ള പണികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. തുടർ പണി എന്ന രീതിയിൽ ഈ കുളത്തിൻ്റെ കെട്ടിനോട് ചേർന്നിട്ട് 2 മീറ്റർ വീതിയിൽ ഒരു ജോഗിംഗ് ട്രാക്കും അതിനോടനുബന്ധിച്ച് തന്നെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ വീഴാതിരിക്കാനായിട്ട് ഉള്ളിൽ ഹാൻഡ് റെയിൽ, പുറമെ ഒരു കെട്ട് ഉൾപ്പെടെയാണ് ഇതിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഭാവിയിൽ മറ്റു ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ, ഓപ്പൺ ജിം സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഭാവിയിൽ പെഡൽ ബോട്ട് സംവിധാനം ഉൾപ്പെടെ ചെയ്യാനായിട്ട് വാർഡ് വികസന സമിതി ഉദ്ദേശിക്കുന്നുണ്ട്. പാർശ്വഭിത്തി നിർമ്മാണം കഴിഞ്ഞ കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ കുട്ടികളും മുതിർന്നവരുമായി നിരവധി ആളുകളാണ് നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി ഇവിടെ എത്തുന്നത്. 100-ലേറെ കുട്ടികൾ സൗജന്യമായി ഇതിനകം നീന്തൽ പരിശീലനം നേടിക്കഴിഞ്ഞു. നാട്ടിലെ എല്ലാവരെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ലൈഫ് ജാക്കറ്റുകളും എയർ ട്യൂബുകളും പഞ്ചായത്തിൻ്റെ വിഹിതം ഉപയോഗിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 1000-ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അഖിൽ അനിരുദ്ധ, ജില്ലാ കരാത്തെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KG ശിവജി, ട്രഷറർ വിനോദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശാഭിമാനി സീനിയർ ഫോട്ടോഗ്രാഫറായിരുന്ന അകാലത്തിൽ അന്തരിച്ച KS പ്രവീൺകുമാറിന്റെ പേരിൽ തൃശൂർ പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പ്രഥമ ഫോട്ടോഗ്രാഫി അവാർഡിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ A സനേഷ് അർഹനായി. സീക്കിംഗ് സൊലേസ് ഇൻ സോളിറ്റ്യൂഡ് എന്ന ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. 15,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. വെള്ളിയാഴ്ച തൃശൂരിൽ പുരസ്കാരം സമ്മാനിക്കും. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പോൾ മാത്യു, പ്രസിഡന്റ് O രാധിക, ഭാരവാഹികളായി റാഫി M ദേവസി, ഡേവിഡ് പോൾ, രഞ്ജിത്ത് ബാലൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന ശൈലി പദ്ധതിയുടെ പഴയനു ബ്ലോക്ക് തല പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചേലക്കരയിൽ നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴയനു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മഷഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ, പഴയനു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രശാന്തി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ബ്ലോക്കുകളിലും ശൈലി രോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവിതശൈലി രോഗത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് മഹിളാ ഐക്യവേദി സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 13-ന് ചാലക്കുടിയിൽ കുമാരി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 2500 യുവതികൾ പങ്കെടുക്കും. സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ, രക്ഷാധികാരി പ്രൊഫസർ ദേവകി, ജനറൽ കൺവീനർ KP അഞ്ജന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന ബലമായി പണപ്പിരിവ് നടത്തുന്നുവെന്നാരോപിച്ച് വ്യാപാരികൾ മണ്ണംപേട്ടയിൽ പ്രതിഷേധ സമരം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണംപേട്ട യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KP ജെയ്സൺ അധ്യക്ഷത വഹിച്ചു. K ശേഖരൻ, രഞ്ജി മോൻ, ഡേവിസ് വിലടത്തുകാരൻ തുടങ്ങിയവർ സംസാരിച്ചു. മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാലയിൽ വായനാ പക്ഷാചരണത്തിന്റെ സമാപന സമ്മേളനം വാർഡ് അംഗം K രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ അധ്യക്ഷത വഹിച്ചു. PK രവീന്ദ്രൻ, PK ജയറാം, MN കൃഷ്ണൻകുട്ടി, ജോണി ചിറ്റിലപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണ്ണം ഗ്രാമിന് 6690 രൂപ, പവന് 53,520 രൂപ, വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3715 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തിയിൽ തമിഴ്നാട് സ്വദേശിയായ യുവതിയുടെ മരണം ക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞു. കൊലപ്പെടുത്തിയ ഭർത്താവ് തമിഴരശൻ പോലീസ് കസ്റ്റഡിയിൽ.
സൈബർ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റൂറൽ SP. 6 മാസത്തിനുള്ളിൽ റൂറൽ പരിധിയിൽ തട്ടിയെടുത്തത് 17 കോടിയോളം രൂപ. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് മുന്നറിയിപ്പ്. കൊരട്ടി ചിറങ്ങരയിൽ വീട് കുത്തിപ്പൊളിച്ച് 35 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മോഷണം പെരുകി. വടക്കാഞ്ചേരി നഗരസഭയിലെ സർക്കാർ തല ഓഡിറ്റിംഗിൽ 6 കോടി രൂപയുടെ അഴിമതി നടന്നതായി കണ്ടെത്തിയെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴിമതിക്ക് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിയെ മാറ്റി നിർത്തി വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യം. മതിയായ സുരക്ഷാ മുൻകരുതലുകളില്ലാത്തതുമൂലം തീരമേഖലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നിടത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. അപകടങ്ങളിൽ ഭൂരിഭാഗവും രാത്രി സമയങ്ങളിൽ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ നിന്നും കോടതികൾ മാറ്റിസ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം. പുതിയ കോടതി സമുച്ചയം നിർമ്മിക്കുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പ്രവർത്തിച്ചിരുന്ന ഭൂമിയിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.